മഞ്ഞുമൂടിയ വിശാലമായ ഒരു വനത്തിന്റെ ഹൃദയഭാഗത്ത് ഫെൻറിർ എന്ന ഒറ്റപ്പെട്ട ചെന്നായ താമസിച്ചിരുന്നു. ഒരിക്കൽ ഒരു ശക്തമായ ആട്ടിൻകൂട്ടത്തിലെ അഭിമാനിയായ അംഗമായിരുന്ന അവൻ ആൽഫയെ വെല്ലുവിളിച്ചതിനു ശേഷം പുറത്താക്കപ്പെട്ടു. ചന്ദ്രന്മാരെ സംബന്ധിച്ചിടത്തോളം അവൻ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് അലഞ്ഞു നടന്നു. അവന്റെ ഹൃദയം ഏകാന്തതയാൽ ഭാരപ്പെട്ടു. ഒരു ശൈത്യകാല രാത്രിയിൽ മുറിവേറ്റ ചെന്നായ്ക്കുട്ടിയുടെ നേരിയ നിലവിളി അവൻ കേട്ടു. സഹജാവബോധത്താൽ നയിക്കപ്പെട്ട അയാൾ ശബ്ദത്തെ പിന്തുടർന്ന് വീണുകിടക്കുന്ന ശാഖകൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്ന നായക്കുട്ടിയെ കണ്ടെത്തി. സൗമ്യമായി അവൻ അതിനെ മോചിപ്പിച്ച് അഭയകേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. ദിവസങ്ങൾ കടന്നുപോയി. നായ്ക്കുട്ടിയുടെ കൂട്ടം അന്വേഷിച്ചു വന്നു. നന്ദിയുള്ളവരായി അവർ ഫെൻറിറിനെ അവരുടെ ഇടയിൽ സ്വാഗതം ചെയ്തു. ഒരിക്കൽ പുറത്താക്കപ്പെട്ടെങ്കിലും അവന്റെ ധൈര്യവും ദയയും അവൻ ഒരു പുതിയ കുടുംബത്തെ നേടിക്കൊടുത്തു. കാലക്രമേണ ഫെൻറിർ ആട്ടിൻകൂട്ടത്തിന്റെ സംരക്ഷകനായി. ആധിപത്യത്തിലൂടെയല്ല, മറിച്ച് ധൈര്യം, അനുകമ്പ, ഒരിക്കൽ നഷ്ടപ്പെട്ടതും ഇപ്പോൾ വീണ്ടും കണ്ടെത്തിയതുമായ വിശ്വസ്തത എന്നിവയിലൂടെ.